കൊച്ചിയിൽ നാളെ നോ ഹോൺ ഡേ ആണ്. പേര് കേട്ട് ഞെട്ടണ്ട, നഗരത്തിൽ നാളെ ഹോൺ വിരുദ്ധ ദിനം ആചരിക്കാൻ പോവുകയാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി. ഹോൺ മുഴക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയും ഉണ്ടാകും. വാഹനങ്ങൾ ഹോൺ മുഴക്കുന്നത് വല്ലാത്ത അസഹനീയമായി തോന്നാറില്ലേ എന്ന് മാത്രമല്ല, നഗരങ്ങളിൽ ജീവിക്കുന്നവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ വാഹനങ്ങളുടെ ഹോൺ. എന്നാൽ നാളെ കൊച്ചിയിൽ നോ ഹോൺ ഡേ ആണ്. ഓണടിക്കേണ്ട അത്രേ ഉള്ളൂ. ഡിസ്റ്റർബ് ചെയ്യാതെ പോകുക എന്നുള്ളതാണ് കഴിയുന്നത്. ദൈവമേ, ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പരിഹാരം കാണണം കേട്ടോ. ഇനി അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട. നാളെ കർശന പരിശോധനകളായിരിക്കും. ആശുപത്രി, കോടതി, സ്കൂൾ തുടങ്ങിയ ഹോൺ നിരോധിത മേഖലകളിൽ ഹോൺ അടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കൂടാതെ ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് തുടങ്ങിയിടങ്ങളിലും പോലീസ് പരിശോധനയുണ്ടാകും. അമിതമായി ഹോൺ മുഴക്കുന്നതിനാലുള്ള ശബ്ദ മലിനീകരണത്തെ പറ്റിയും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുവാനും നിരോധിത മേഖലയിൽ ഹോൺ മുഴക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുമാണ് സിറ്റി പോലീസ് കമ്മീഷണറേറ്റിന്റെ പരിധിയിൽ ഹോൺ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. ഞങ്ങള് പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, പല വണ്ടിക്കാരും ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഒന്ന് പതിയെ അടിക്ക് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒന്നുകൂടി കൂട്ടിയടിക്കും. ഭയങ്കര ശൈലിയാണ് ഓണടിക്കണം. എന്തെങ്കിലും ഒരു പരിഹാരം കാണണം കേട്ടാ. ശരിയാണ്. പക്ഷേ ഓണടിക്കാതെ സിറ്റിയിൽ എങ്ങനെ വണ്ടി ഓടിക്കും അത് പറ. ഒരു വണ്ടി പെട്ടെന്ന് പോയേക്ക് വരുവാണ്, ഞങ്ങൾക്ക് പുറകെ കിടക്കുന്ന ഓണടിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ചെറിയ ഓട്ടങ്ങളാണ് കഴിയുന്നത്, ഓണടിക്കാതെ പോവുക. ജനങ്ങൾക്കും ഡിസ്റ്റർബാണ്, വണ്ടിക്കാർക്ക് മാത്രമല്ല ജനങ്ങൾക്കും. സിഗ്നലിൽ കിടക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഹോൺ അടിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ വണ്ടി പോയാലല്ലേ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വെറുതെ കിടന്ന് ഹോൺ അടിക്കുന്ന അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാളെ സൂക്ഷിച്ചും കണ്ടും ഹോൺ അടിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, റിപ്പോർട്ടർ കൊച്ചി. ഞാൻ എന്തായാലും നാളെ കൊച്ചിയിൽ ഇറങ്ങുമ്പോഴേക്കും എൻ്റെ ഒപ്പമുള്ള സാരഥിമാരെ ഇത് ഓർമ്മിപ്പിക്കും. നിങ്ങളും ഓർമ്മിപ്പിക്കാൻ മറക്കേണ്ട. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഈ ഒരു ബോധവൽക്കരണ ദിനത്തിന് ഒപ്പം നിൽക്കാം, അല്ലേ?